മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, ജീവിതത്തിൽ തോൽവി അനുഭവപ്പെടുമ്പോഴാണ് മനുഷ്യർ അവരുടെ തെറ്റുകളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങുന്നത്. ചില തോൽവികൾ വലിയൊരു പാഠമാണ്. തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോവുക എന്ന പാഠം. ഭക്തരെ, നിങ്ങളുടെ മുന്നിൽ മധുരമായി സംസാരിക്കുകയും അല്ലാത്തപ്പോൾ നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കുക. അവർ മുകളിൽ പാലുള്ള വിഷക്കുമ്പം പോലെയാണ്. മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം എളുപ്പമാകുന്നു. നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല. അതിനാൽ വിജയിക്കാനായി പരിശ്രമിക്കുക. വിനാശത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം. ശത്രുക്കൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത കോട്ടയാണത്. ഭക്തരെ, നിങ്ങളുടെ ആസൂത്രണങ്ങൾ ആരോടും പറയരുത്. അത് ഫലവത്തായതിനു ശേഷം മാത്രം എല്ലാവരോടും പറയുക. ആരുമായും സ്വയം താരതമ്യം ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സ്വയം അപമാനിക്കുകയാണ്. ഭക്തരെ, ദേഷ്യവും സങ്കടവും നിയന്ത്രിക്കാൻ കഴിയാത്തവരെ ഒരിക്കലും അകറ്റി നിർത്തരുത്. കാരണം അവരുടെ സ്നേഹം അത്രത്തോളം സത്യവും അതിരില്ലാത്തതുമായിരിക്കും. പ്രയാസങ്ങൾ കൊണ്ട് ഹൃദയം തകർന്നു പോയാലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറത്തേക്ക്. ഭക്തരെ, മറ്റൊരു ഹൃദയത്തെ നോവിക്കാതെ കൊണ്ടു നടക്കാനുള്ള കഴിവ് ഒരു മനുഷ്യനും ഇല്ല എന്നതാണ് സത്യം. നിങ്ങളെ വലിച്ചു താഴേക്കിടാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, അവർ നിങ്ങളുടെ പിന്നിലാണ്. മറ്റുള്ളവരുടെ കുറവുകൾ നോക്കി അവഗണിക്കുമ്പോൾ ഒന്നോർക്കുക, നാളെ നിങ്ങൾക്കും കുറവുകൾ വന്നേക്കാം. ഭക്തരെ, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക. നിങ്ങളോടൊപ്പമുള്ളവർ നാളെയും നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്നില്ല. ഭക്തരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലരും കടന്നു വരും, വളർത്തും, തളർത്തും. ഒന്നു മാത്രം ആലോചിക്കുക, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മാത്രം കൈകളിലാണ്. മനസ്സ് എല്ലാവരിലുമുണ്ട്. എന്നാൽ മനസ്സിലാക്കാനുള്ള മനസ്സ് എല്ലാവരിലും കണ്ടെന്ന് വരില്ല. ഒരു തരത്തിലുള്ള പാപങ്ങളും ചെയ്യാതിരിക്കുക. നല്ല കർമ്മങ്ങൾ ചെയ്യുക. സ്വന്തം മനസ്സിനെ നിർമ്മലമാക്കുക. ഭക്തരെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യുന്നതിന് ധാരാളം സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും. ഭക്തരെ, നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യത്തെ നിങ്ങൾക്ക് 3 വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. മാറി ചിന്തിക്കാം, അംഗീകരിക്കാം, വിട്ടുകളയാം. മാറ്റാൻ പറ്റാത്ത കാര്യങ്ങളെ അംഗീകരിക്കാൻ ശ്രമിക്കുക. അംഗീകരിക്കാൻ പറ്റാത്തവയെ വിട്ടുകളയുക. ഭക്തരെ, സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പോയവരെ മറക്കരുത്. എന്നാൽ സാഹചര്യം മുതലാക്കി പിരിഞ്ഞു പോയവരെ ഓർക്കുകയുമരുത്. നിങ്ങളോട് സത്യസന്ധമായി പെരുമാറാൻ പോലും കഴിയാത്ത ആളുകളിൽ നിന്ന് വിശ്വസ്തത പ്രതീക്ഷിക്കരുത്. ഭക്തരെ, സത്യം എത്ര വേദനാജനകമാണെങ്കിലും ഒരു ധൈര്യശാലിയായ മനുഷ്യൻ സത്യസന്ധനായിരിക്കും. അതേസമയം ഒരു ഭീരു നുണകൾക്കും വഞ്ചനകൾക്കും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു. ഭക്തരെ, എല്ലാ സങ്കടങ്ങളും പറഞ്ഞു തീർക്കരുത്. ചിലത് മനസ്സിൽ തന്നെ വെക്കണം. എന്നാലേ ജീവിക്കാനൊരു വാശിയുണ്ടാകൂ. ഭക്തരെ, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം ഹോമിക്കേണ്ടി വരുന്ന ചിലരുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്താലും കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരിക്കും ഇവർക്ക് ആത്യന്തികമായി ലഭിക്കുക. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.